നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഞാനിപ്പോ ഈ മല ഫുള്ളും തീർത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ നിന്ന് അറ്റം വരെ താഴെ വരെ തീർത്തിട്ടുണ്ട്. ഇനി മഴയുടെ മോളിൽ പോയിട്ട് ഇനി ഈ കാടിനുള്ളിൽ കൂടെ മഴയുടെ മോളിൽ പോയി ഞാൻ ശ്രുതി അവിടെ എടുത്തുകൊണ്ടിരിക്കാൻ അവിടെ പോയി ഹെൽപ്പ് ചെയ്യട്ടെ. ഇവിടെ നിന്ന് ഇനി മോളിൽ പോയിട്ട് അങ്ങനത്തെ തീർക്കാണ്ട് ഈ വഴിയാണ് ഗൈസ് പ്രശ്നം, ഇറങ്ങാനും കറങ്ങാനും ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് ഇവിടെ നിന്ന് മഴയുടെ മുകളിലേക്ക് നിഷുവിന്റെ അടുത്ത് എത്തട്ടെ, അവളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്റെ തീരിലോട്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഗൈസ്. ഇനി പോയിട്ട് പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആവണം. തേങ്ങാ ശ്രുതി എനിക്ക് കൈ തരാതെ പോയി കളഞ്ഞു ഗൈസ്. അതുകൊണ്ട് ഞാൻ നിലത്തിരുന്ന് നിരങ്ങിയാണ് താഴ്ത്തി കറങ്ങിയത്. എന്തായാലും തേങ്ങ വീണാൽ ഞാൻ അവിടെ പെടുമ്പോൾ നോക്കൂല, മൈൻഡ് നോക്കി ചിരിച്ചോണ്ട് നിൽക്കുമോ നോക്കിയോ. തേങ്ങ വീഴുമല്ല, അപ്പൊ പറയട്ടെ, കാണിച്ചു തരാം. നിനക്കൊരു പണി കിട്ടൂല, അപ്പൊ മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ട്. കേട്ടാ ഞാൻ വീണു ഗൈസ്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. നീ ഇപ്പൊ ചിരിച്ചോണ്ട് നിന്നല്ലേ. ഞാൻ പറഞ്ഞത് വേറെ കാര്യം. ശ്രുതി നീ കയ്യാലാതെ പോയിട്ട് ഞാൻ കാല് മടങ്ങി വീണു ഗൈസ്. മര്യാദക്ക് നടന്നു വരേണ്ട വഴിയിൽ കൈ തരാനടുത്തൊന്നും വീണില്ല. അപ്പൊ ഗൈസ് നല്ല വേദന. നമ്മളെന്തായാലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ. വീട് വരുന്നില്ല. ഇത് എന്റെ കാല് ഇവിടെയാണ് ഗൈസ് മടങ്ങിയത്. ചെറുതായിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഞാനും പിടങ്ങാൻ എന്റെ കാല് തന്നെ കുഴ കഴിക്കേണ്ടി വരും. നടക്കാൻ പറ്റുന്നത് നിഷു വെള്ളം ബക്കറ്റ് മുകളിൽ കൊണ്ട് വെച്ചിട്ട് വന്നു. സമാധാനമായി. ഇനിയിപ്പോ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഫൈനലി ആർജ കുളിച്ചു തുടങ്ങി. എന്റെ കുടി കഴിഞ്ഞു ഗൈസ്. ഞാൻ വെള്ളവും കൊണ്ടുവച്ചു. അപ്പൊ ആർജയ്ക്ക് കാലിന് ചെറിയൊരു ഞൊണ്ടലുണ്ട്. അപ്പൊ എന്തായാലും പോയിട്ട് ഒന്ന് മൂവിട്ട് തടവി കൊടുക്കണം. വയ്യാത്ത കാലാണ്, എന്തെങ്കിലും ആയാൽ തീർന്നു. എന്നെ പ്രാഗി തടവി, അതാണ് എനിക്ക് ചിരി. എന്നെ പ്രാഗി. ഞാൻ അപ്പോഴേ പറയാം എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. ആർജനെ വീട് നോക്ക് നിന്ന് ചിരിക്കണം. അതാണ് ദൈവമുണ്ട്. സൈക്കിളൊക്കെ വൃത്തി. നമുക്കെന്തായാലും വീട്ടിൽ പോയി തടവി കൊടുക്കാം ഗൈസ്.